ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മോട് പറയുകയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഉചിതമായ സമയത്ത്, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവനും ഏറെ ആകുലതകളും ഉത്കണ്ഠകളും ഭയാശങ്കകളും നിറഞ്ഞ മനുഷ്യ സമൂഹത്തെ നാം കാണുന്നത്. എന്താണ് അതിൻ്റെ കാരണം? തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള അജ്ഞത, ആ സൃഷ്ടാവിന് സൃഷ്ടികളായ നമ്മളെക്കുറിച്ചുള്ള കരുതലിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതെല്ലാം ഇന്ന് മനുഷ്യ സമൂഹത്തെ ആകുലതകളിലേക്കും ഉത്കണ്ഠകളിലേക്കും ഒക്കെ നയിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ പരമമായ ആ കാരുണ്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് അറിയുന്ന ആർക്കും ഉത്കണ്ഠ കടന്നു വരത്തില്ല. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഭയാശങ്കകൾ കടന്നു വരത്തില്ല. ഈശോ തൻ്റെ പക്കലേക്ക് കടന്നു വന്ന എല്ലാവരോടും ചോദിക്കുന്നില്ലേ, എനിക്ക് ഇത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവർക്കെല്ലാം അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ എത്ര വലിയതായിരുന്നോ അതിൽ നിന്നെല്ല മോചനം ലഭിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ അനന്ത സ്നേഹം സൃഷ്ടികളായ നാം ദുഃഖത്തിലും ആകുലതയിലും കഴിയണമെന്നുള്ളതല്ല. പിന്നെയോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാം നന്ദി പ്രകാശിപ്പിക്കണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ, പ്രവൃത്തികളിൽ കാരുണ്യവനായ, അത് തിരുവചനം അതാ പറയുന്നത്. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം ഓരോ മനുഷ്യൻ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. അവനൊന്ന് മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് തിരിച്ചു ചെന്നാൽ മതി. ഹൃദയമൊന്ന് ദൈവത്തെങ്കിലേക്ക് ഉയർത്തിയാൽ മതി. ഓ ദൈവമേ, നീ എൻ്റെ രക്ഷകനാണ്, നിനക്ക് എന്നെക്കുറിച്ച് കരുതലുണ്ട്, ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ നീ മതിയായവനാണ്, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ, നിൻ്റെ മനസ്സിലാവുന്ന ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നം എത്ര വലിയതായിക്കൊള്ളട്ടെ, തീർച്ചയായും യേശു നിന്നെ രക്ഷിക്കും. കാരണം അവിടുന്ന് പറയുന്നു, എൻ്റെ അടുക്കലേക്ക് വരുന്ന ആരെയും ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഉപേക്ഷിക്കാത്തവനായ കർത്താവിൽ ശരണപ്പെടാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം അവിടത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും 100% അവിടുന്ന് നിന്നെ കരുതും, ഏറ്റെടുക്കും, സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.